എന്താണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിംഗ് സിംപ്ലി മീൻസ് പ്രൈസ് യൂസ്ഡ് വെൻ വൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ കമ്പനി സെൽസ് ഗുഡ്സ് ഓർ സർവീസ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സെയിം കമ്പനി. അതായത് ഒരു കമ്പനിക്കകത്ത് തന്നെ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുണ്ടെന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഡിവിഷനുകളുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ കൈമാറുമ്പോൾ ഒരു പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ ആ പ്രൈസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസ്. ആ ഒരു പോളിസിക്ക് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഒക്കെ നടത്തുമ്പോൾ ആ സെറ്റ് ചെയ്യുന്നുണ്ടാവുന്ന ആ ഒരു പ്രൈസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗ് കമ്പനീസ് ഓഫൺ ഹാവ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് വർക്ക് ലൈക്ക് സ്മോൾ ബിസിനസ് ഇൻസൈഡ് വൺ ബിഗ് ബിസിനസ്. അതായത് വലിയ വലിയ കമ്പനീസിനകത്തൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ കുട്ടി കുട്ടി ബിസിനസ് യൂണിറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചേടാ. ഡിപ്പാർട്ട്മെന്റ് എ മേക്സ് മോട്ടോർ, ഡിപ്പാർട്ട്മെന്റ് ബി യൂസസ് ദോസ് മോട്ടോഴ്സ് ടു മേക്ക് വാഷിംഗ് മെഷീൻ. അതായത് ഇവിടെ ഒരു കമ്പനിക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എയും ബി എന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. എ എന്താ ചെയ്യുന്നത്? എ മോട്ടോർ മേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബി എന്താ ചെയ്യണേ? ഈ മോട്ടോർ വാങ്ങിയിട്ട് ബാക്കി ഫർദർ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് അസംബിൾ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ബി എന്ത് ചെയ്യുന്നു? എയുടെ കയ്യിൽ നിന്ന് ഈ മോട്ടോർ വാങ്ങുന്ന ഒരു പ്രൈസിനായിരിക്കില്ലേ, ആ പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, അല്ലെങ്കിൽ ആ സെറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രൈസിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ സെയിം കമ്പനി. ഒരേ കമ്പനിക്കകത്തായിരിക്കും നടത്തുന്നത്. പുറത്ത് കൊടുക്കുന്ന വിലയോ അങ്ങനെ പുറത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയി കൊടുക്കുന്ന വിലയോ ഒന്നുമല്ല, സിംപ്ലി കമ്പനിക്കകത്ത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള വിലയാണ്. ബട്ട് വി ട്രീറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആസ് ഇഫ് ദേ വേ സെപ്പറേറ്റ് ബിസിനസ്. പക്ഷെ നമ്മൾ ഇവിടെ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയാൽ വൈ ഡു വി നീഡ് എ ട്രാൻസ്ഫർ പ്രൈസ്. ശരിക്കും നമുക്ക് എന്തിനാണ് ഒരു ട്രാൻസ്ഫർ പ്രൈസിന്റെ ആവശ്യം? എന്താണ്? ഈച്ച് ഡിപ്പാർട്ട്മെന്റ് വാണ്ട്സ് ടു നോ ഓൺ പ്രോഫിറ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർ എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അറിയാൻ താല്പര്യം കാണില്ല. അതായത് അവർ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ പ്രൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തിനാണ്? മാനേജർ ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി. പ്രോപ്പറായിട്ട് മാനേജറെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ തേർഡ് വൺ എന്താ പറയുന്നത്? കമ്പനി ക്യാൻ കമ്പയർ പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യാം? നമുക്ക് കമ്പനി ആസ് എ ഹോൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എയുടെ പെർഫോമൻസ് ആയിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ കുറച്ച് വീക്കാണ്, ഇംപ്രൂവ്മെന്റ്സ് വേണ്ടി വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കമ്പാരിസൺ, ഓവറോൾ ഒരു കമ്പാരിസൺ, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ പ്രൊവൈഡ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയടാ, ഇപ്പോൾ എ ബിക്ക് ആ മോട്ടർ കൊടുത്ത ഒരു $3,000 നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പോൾ എ സംബന്ധിച്ചുള്ള അത് ഇൻകം ആണ് അല്ലേ, $3000 ബിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്, അല്ലെങ്കിൽ $3000 ബിയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ്. ബിയെ സംബന്ധിച്ച് എന്തായിരിക്കും? അതൊരു കോസ്റ്റ് ആയിരിക്കും. എയുടെ കയ്യിൽ നിന്ന് അത് അക്വയർ ചെയ്യാൻ വേണ്ടി, ആ മോട്ടർ അക്വയർ ചെയ്യാൻ വേണ്ടി എയുടെ കയ്യിൽ നിന്ന് അത് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്ത എമൗണ്ട് ഒരു കോസ്റ്റ് ആണ് അല്ലേ. പക്ഷേ കമ്പനി ആസ് എ ഹോൾ ഇതെല്ലാം കമ്പനിക്ക് അകത്ത് തന്നെ നടക്കുന്നത് അല്ലേ. കമ്പനി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ എയും ബിയും എല്ലാം എന്താണ്? കമ്പനിയുടെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, ഇനി ഈ ട്രാൻസ്ഫർ പ്രൈസ് സെറ്റ് ചെയ്തതിന് കുറച്ച് മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 3000 എന്നോ 5000 എന്നോ 4000 എന്നോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ് ഉണ്ട്. കുറേ മെത്തേഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എത്ര എമൗണ്ട് ആണ് ഈ ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് വരുന്നുണ്ടാവുക എന്ന് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് അധികം മെത്തേഡ് ഉണ്ട്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 2 മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡിൻ്റെ പേര് മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, market-based transfer pricing means company uses the outside market price as the transfer price between departments. This method is easy to understand because it uses a real price available in the outside market. അതായത് ഇപ്പോൾ നമ്മൾ ഒന്ന് അസ്യൂം ചെയ്തേ, അതായത് ഡിപ്പാർട്ട്മെന്റ് എ മോട്ടർ ഉണ്ടാക്കുന്നില്ലേ. സോ ഡിപ്പാർട്ട്മെന്റ് എ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് ഔട്ട്സൈഡ് മാർക്കറ്റിൽ വിറ്റിരുന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്ക് എത്ര ഡോളർ കിട്ടുന്നുണ്ട്? $5,000 കിട്ടുമെന്ന് വിചാരിക്കുക. അതായത് ബിക്ക് കൊടുക്കാതെ ഇത് ആ മോട്ടർ എന്ന പ്രൊഡക്റ്റ് തന്നെ ഔട്ട്സൈഡ് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ തന്നെ പൈസ കിട്ടിയിരുന്നേനെ. സോ ഈ പ്രൊഡക്റ്റ് ബിക്ക് കൊടുക്കുന്നില്ല, മോട്ടർ നമ്മൾ ബിക്ക് കൊടുക്കുന്നില്ല, ഔട്ട്സൈഡ് മാർക്കറ്റിൽ വിറ്റിരുന്നെങ്കിൽ ഒരു $5,000 കിട്ടില്ല. അപ്പോൾ ആ ഒരു മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ $5,000 ആണ്. അപ്പം എ വിചാരിക്കുകയാണ്, ഞാൻ എന്തിന് ബിക്ക് ആ ഒരു റേറ്റ് കുറച്ച് കൊടുക്കണം, എനിക്ക് മാർക്കറ്റിൽ കൊടുത്താൽ ഇതൊരു $5,000 കിട്ടില്ലേ. സോ ആ മാർക്കറ്റ് പ്രൈസിൽ തന്നെ എന്തുകൊണ്ട് ബിക്ക് വിറ്റുകൂടാ? ഇപ്പം ബിക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ ഞാൻ വില്ലിങ് ആണ്, അല്ലെങ്കിൽ ബിക്ക് മോട്ടർ കൊടുക്കാൻ വില്ലിങ് ആണ്. പക്ഷേ ഏത് പ്രൈസിനായിരിക്കും ഞാൻ വില്ലിങ് ആയത്? സെയിം മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണോ ഇത് ഞാൻ അവൈലബിൾ ആക്കാൻ തയ്യാറായിട്ടുള്ള അതേ റേറ്റിന് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഞാൻ ബിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ്. അതായത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണോ അവൈലബിൾ ആക്കുന്നുണ്ടായിരിക്കുക അതേ റേറ്റിന് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ വില്ലിങ് ആവുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ആ എക്സാമ്പിൾ നോക്കിയേ. For example, if a motor is usually sold to outside customer for 5,000, then the company may decide that any internal transfer from A to B should be priced at 5,000. അതായത് പുറത്ത് ഞാൻ 5,000 ആണ് കൊടുക്കുന്നത്. സോ ഇന്റേണലി ഞാൻ ട്രാൻസ്ഫർ നടത്തുമ്പോഴും എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുമ്പോൾ ഞാൻ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്?
5,000 ആണെന്ന് സെറ്റ് ചെയ്യുന്നു. മാർക്കറ്റിലുള്ള അതേ റേറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതിനാണ് സിംപ്ലി എന്ത് പറയുന്നത്, മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രൈസ് ആയിട്ട് ട്രാൻസ്ഫർ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് വൺ എന്താണ്, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. ആ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് എന്ന് വായിക്കുമ്പോഴും നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും, സംതിങ് റിലേറ്റഡ് ആ ഒരു കോസ്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകുന്ന ഒരു കോസ്റ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആയിരിക്കും. എന്താണെന്ന് നോക്കാം. Cost based transfer pricing means the transfer price is based on how much cost the department to make the product. അതായത് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എ എന്ത് ചെയ്യുന്നു, മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, സോ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എക്ക് എത്രമാത്രം കോസ്റ്റായി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. The method is useful when there is no outside market price or when the company produces a special product used only inside. അതായത് ഇത് സാധാരണ കേസിൽ ഇങ്ങനെ കോസ്റ്റ് ബേസ്ഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇതിന് പുറത്തൊരു മാർക്കറ്റ് പ്രൈസ് അവൈലബിൾ ആയിട്ട് ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അകത്ത്, അതായത് നമ്മുടെ അതർ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടിയിട്ട് മാത്രമോ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി മാത്രം പ്രൊഡക്ഷൻ നടത്തുന്ന കേസസിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും കോസ്റ്റ് ബേസ്ഡ് ഒക്കെ കണ്ടുവരുന്നത്. ആ കോസ്റ്റ് ബേസ്ഡ് തന്നെ കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ദർ ആർ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് തന്നെ പല രീതിക്കുണ്ട്. ഏതൊക്കെ കോസ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. സിമ്പിളി എന്തായിരിക്കും, ഇത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൈസ് ഒരു ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്തെടുക്കുന്നുണ്ടായിരിക്കാം.